ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ പാർക്കിൽ പോവാണ്. പിന്നെ ഞാൻ അതിൻ്റെ കൂടെ മേക്കപ്പ് കൂടി ഇടുന്നുണ്ട്. ഈ മേക്കപ്പ് ഇത് അമ്മേൻ്റെയാണ്, എന്നാലും ഇത് ഞാൻ ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഇതും കൂടി ഇട്ടിട്ട് അമ്മയും കൂടി ഇതിടും. അമ്മേനോട് ചോദിച്ചാൽ അമ്മ ചെരുപ്പ് ഇടും. എവിടെയാ പോകുന്നതെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞു ഏത് പാർക്കില? നമ്മുടെ ബീച്ചിന്റെ അത് അമ്മ പറഞ്ഞോ. അതെനിക്ക് പേരുണ്ട്. ഏത് പാർക്ക്? ബട്ട്റോഡ് ബീച്ച്. ആ പാർക്കിലാണ് പോകുന്നത്. അത് ഞാൻ ഒരു ദിവസം പോയത് കണ്ട്. അത് കുറേ നാല് അത് കുറേ ദിവസം കഴിഞ്ഞിട്ട് ഇച്ചിരി മുന്നോട്ടിരിക്കും. 6 വയസ്സ് കഴിഞ്ഞപ്പോൾ അല്ല 6 വയസ്സ് ഉള്ള ആദ്യം ഞാൻ മുടി കെട്ടിയിട്ടാണ് മേക്കപ്പ് ചെയ്യേണ്ടത്. ആദ്യം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മാല എപ്പോഴും ഇട്ടോ മാല, ഈ കമ്മൽ എപ്പോഴും ഇട്ടു. മുടി കെട്ടണം ഫസ്റ്റ് മേക്കപ്പ് ചെയ്യണം മുമ്പ്, എന്നിട്ടാണോ മേക്കപ്പ് ചെയ്യേണ്ടത്. ആ മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചു തരും. എങ്ങനെ കിട്ടുന്നതെന്നും കൂടി പറഞ്ഞു. ഇങ്ങനെ വലിച്ച് പോണിട്ടൈല് പോലെ ആക്കി ചില സമയത്ത്. ഇപ്പൊ ഞാൻ ബാക്കി മാത്രം കൂടി നേരെ പിന്നു എന്നിട്ട് തായെ കെട്ടിടും. പിന്നെ എടുത്ത് മുടി അഴിച്ചിട്ടാൽ എന്താ പ്രശ്നം? മുടി നീളൂല. പിന്നെ പിന്നെ ചൂടെടുക്കും അല്ലേ? എന്തൊരു ചൂടാണെന്ന് അറിയിക്കും. കോഴിക്കോട് നല്ല ചൂടാ. കാറ്റും ചെറുപ്പലേ വരുന്നു. അവിടെ നല്ല പാർക്കിന്റെ അവിടെ നല്ല ചൂടാ. അവിടെ മണ്ണല്ലേ അടിയില്, മണല്. പിന്നെ എങ്ങനെ വേർക്കൂലി. കാറ്റുണ്ടാവും. ബീച്ചല്ലേ? ബീച്ചാണെങ്കിൽ കാറ്റുണ്ടാവും. ചിലപ്പോ കുറച്ച് വേർക്കും. ഇത്തിരി മുടി കെട്ടി വെച്ചില്ലെങ്കിൽ അത്രക്ക് വേർക്കും. ഇപ്പൊ തന്നെ വേർക്കുക. പാർക്കിൽ പോയിട്ട് എന്താ ചെയ്യാൻ പോണേ? ഞാനാണ് ആരും ഏതെങ്കിലും റൈഡിൽ പോകും. പിന്നീട് വെള്ളം എടുത്തിട്ട് അതുപോലെ ഇങ്ങനെ പിന്നിട്ടുണ്ട്. ആദ്യം റൂസോട്ടേക്ക് ഒട്ടും മുടിയില്ലായിരുന്നു. കുറച്ച് ബോയ്സിന്റെ പോലെയായിരുന്നു. ഇച്ചിരി മുടി നീണ്ടതുകൊണ്ട് ഇവിടെ വരെ കൈറ്റിന്റെ ഹെയർ സ്റ്റൈൽസ് ഒക്കെ നമ്മളിങ്ങനെ പരീക്ഷിക്കുകയാണ്. അമ്മേന്റെ പുതിയ ഹെയർ സ്റ്റൈലാണ്. അപ്പച്ചിനോട് പറഞ്ഞ ചിലപ്പോഴേ ഇഷ്ടം. അപ്പച്ചി കെട്ടാൻ അത്രക്കറിയും. ഈ അമ്മ അല്ലെങ്കിൽ പപ്പച്ചിനോട് ഞാൻ പറയും ചീവി തരോ അല്ലെങ്കിൽ കെട്ടിത്തരോ. അപ്പൊ പപ്പച്ചിക്ക് ജീവൻ മാത്രമാണ്. നമ്മൾ ബാക്കി മുടി എല്ലാം കൂടി എടുത്തിട്ട് കെട്ടി വെക്കണം. അപ്പൊ ചെറിയ വേദന എടുക്കും. എനിക്ക് വേദന, എല്ലാവർക്കും വേദന. എല്ലാവർക്കും വേദന എടുക്കൂലല്ലോ. എനിക്ക് വാച്ച് അങ്ങനെ ഒന്നും വേണ്ടേ. കയ്യിലൊരു 2 വള ഇട്ടാൽ മതി. അമ്മീ കാണിച്ചെടുക്കാം. ഇതാണ് എന്റെ ഹെയർ സ്റ്റൈൽ. ഒന്ന് അവിടെ പോയി നിന്നിട്ട് കാണിച്ചു കൊടുക്കും. ക്ലിയർ ആവില്ല. പിന്നെ കുറച്ച് പുറകോട്ടാണ്, കുറച്ച് പുറകോട്ട്. ശരി, എൻ്റെ തല ഇങ്ങനെയല്ല, ഇങ്ങനെ പുറകോട്ടാണ്. അങ്ങനെ ഓക്കെ. ഇനി നമ്മള് മേക്കപ്പ് ഇടുന്നു. മേക്കപ്പ് ഇടും. പിള്ളേർ മേക്കപ്പ് ഇടാൻ പാടില്ലല്ലോ. മേക്കപ്പ് ഇടാൻ കണ്ണു വരട്ടെ. അമ്മേന്റെ ഒന്ന് മുഖം ഒന്ന് മേക്കപ്പ് ചെയ്തിട്ട്
അപ്പോൾ ഞങ്ങൾ ഇന്ന് ഒന്ന് ബീച്ചിൽ പോവാണ്. കുറേ നാളായിരുന്നു പുറത്തോട്ടൊക്കെ. ബീച്ചിൽ പാർക്കിൽ പാർക്കിൽ ഓക്കെ ആ ബട്ട് റോഡ് ബീച്ചിൽ ആണ് പോകുന്നത്. അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും റോസോട്ടിയും കൂടിയാണ് പോകുന്നത്. അപ്പോൾ പോവാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതിനാണ് മേക്കപ്പ്. കുപ്പിവള ഇടാനായിട്ടാണ് ഞാൻ ക്രീം തേക്കുന്നത് കേട്ടോ കയ്യിൽ. അല്ലെങ്കിൽ കൈ അങ്ങനെ ഒതുങ്ങൂല. ക്രീം ഇട്ടാൽ അത് പെട്ടെന്ന് കയറിപ്പോയി. പൊട്ടി അമ്മ പറയണം. പൊട്ടാനായിക്കൊണ്ട് അത് ഊരമ്മേ കൈ പൊട്ടിട്ടെന്ന് പറഞ്ഞിട്ട് അറിയില്ലമ്മേ. പൊട്ടിക്കണം. പൊട്ടിച്ച് വേണ്ട, പൊട്ടിച്ച കുട്ടി അതാണ്. ഇപ്പൊ എങ്ങനെ ഇരിച്ചത്? ഓരോന്നും വെച്ചിട്ട് നമ്മുടെ കൈ മുറിഞ്ഞു. അവള് കൈ മുറിഞ്ഞു കുട്ടി. അത് ഇന്നാലും വെള്ളം ഇട്ടൊക്കെ നടുന്നത്. ഞാൻ എൻ്റെ കുപ്പിവള കളക്ഷൻ്റെ വീഡിയോ ചെയ്യാം കേട്ടോ. അത് പിന്നെ അപ്പൊ നല്ലോണം പൊട്ടും നിരത്തിയിട്ട എന്നിട്ട് കാല് മുറിയാന്നില്ലേ. എന്റെ കാൽ ഒരു ദിവസം വലിയ കുപ്പിച്ചുള്ളി കയറിയാണ്. കുപ്പിവള കയ്യിലിടുമ്പോൾ സ്ഥിരം പൊട്ടലൊരു പരിപാടിയാണ്. അപ്പം കഴിഞ്ഞ ദിവസം റോസോട്ടിയുടെ കാലിൽ ഇച്ചിരി കുത്തിക്കയറിയായിരുന്നു. പിന്നെ എൻ്റെ ശരിയല്ല കൊറേ രണ്ടെണ്ണം. ആ ശരി രാജാവേ. രാജാവല്ല. അപ്പോൾ ഞാൻ കുറച്ച് വള ഇട്ടിട്ടുണ്ട്. കുപ്പിവള ഉണ്ടാവും. ഇപ്പോഴും ഇഷ്ടമുള്ളവർ പറയണം കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് കുറച്ച് മേക്കപ്പ് ചെയ്യാം. മേക്കപ്പ് ഒക്കെ ഇല്ല, മോയ്സ്ചറൈസർ. അമ്മേനെ വെക്കും. കുറച്ച് മോയ്സ്ചറൈസർ ഇടുന്നു. ഇതാണ് എൻ്റെ സ്ഥിരം സാധനം. ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലേ? നിവ്യ. ഈ ബ്ലൂ നിവ്യ ആണ് വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ മുഖത്തിടുന്ന ഒരേ ഒരു സാധനം. ഓക്കെ, അപ്പം ഇവിടെ കണ്ണാടി ഉണ്ട്. ഞാൻ ഇവിടെ നോക്കിയിട്ട് ഇടാം കേട്ടോ. ഇടയ്ക്ക് റോസൂട്ടി എനിക്ക് മേക്കപ്പ് ഒക്കെ ചെയ്ത് തരും. അപ്പൊ മേക്കപ്പ് റോസൂട്ടി ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അമ്മയ്ക്കും അമ്മേന്റെ മേക്കപ്പ് എപ്പോഴോ ചെയ്ത് കഴിഞ്ഞിട്ടായി. എനിക്ക് പിന്നെ ഒരുപാട് മേക്കപ്പ് ഇടുന്ന ശീലമൊന്നും ഇല്ല. ചെറുതായിട്ട് ഞാൻ ചെറുതായിട്ട് മേക്കപ്പ് എന്ന് പറയാൻ മാത്രം ഒന്നും അങ്ങനെ ചെയ്യാറില്ല. ഇത് മോയ്സ്ചറൈസർ ആണല്ലോ. ഇത് സ്ഥിരം ഇടും. ഫൗണ്ടേഷൻ എൻ്റെ ഡ്രൈ സ്കിന്നാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്കിങ്ങനെ ഡ്രൈ ആകുമ്പോൾ ഒരു ഇറിറ്റേഷനാണ്. അതുകൊണ്ട് മാത്രം ഞാൻ ഇടുന്നതാണ്. എന്നെ കണ്ടൊരു രക്ഷണം. പിന്നെ എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലുമൊക്കെ മേക്കപ്പൊക്കെ ഇടാം. ആദ്യം നമ്മള് ഇത് മോയ്സ്ചറൈസർ ഇട്ടിട്ടുണ്ട്. ഇത് ഫൗണ്ടേഷൻ. ഫൗണ്ടേഷൻ ആരിടുന്നത്? ഞാനിടുന്നില്ല. കുഞ്ഞു പിള്ളേരൊന്നും ഇടാൻ പാടില്ല. ഇത് എൻ്റെ അനിയത്തിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ അനിയത്തിൻ്റെ കല്യാണത്തിന് അവൾ നമുക്ക് തലേന്ന് മധുരം വെപ്പ് അങ്ങനെയൊക്കെ കുറേ ഫങ്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ എല്ലാത്തിനും നമ്മൾ മേക്കപ്പ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് നിൽക്കണ്ടേ. അപ്പോൾ അതിനു വേണ്ടി കുറേ മേക്കപ്പ് പ്രൊഡക്ട്സ് വാങ്ങി വെച്ചതാണ്. ഞാൻ പിന്നീട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അതിനകത്തുള്ള സാധനമൊക്കെ എടുത്ത് എൻ്റെ മുഖത്തും ചേട്ടായുടെ മുഖത്തൊക്കെ പരീക്ഷിക്കുന്നതാണ് ഇപ്പോഴത്തെ റോസുവിൻ്റെ ഒരു ഹോബി. തീർക്കാതിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. അപ്പോൾ ഈ ഒരു സംഭവമാണ് അടുത്ത് ഞാൻ ഇടാൻ പോകുന്നത്. ഇതൊക്കെ എൻ്റെ സ്ഥിരം സാധനങ്ങളാണ് കേട്ടോ. ഹിമാലയ കാജൽ. കണ്ണ് എഴുതട്ടെ. കണ്ണ് എഴുതിയില്ല. എന്നെ കാണാൻ എൻ്റെ കണ്ണ് കാണാൻ ചത്ത മീനെ പോലെയാണെന്ന് എല്ലാവരും പറയാറുണ്ട്. അടുത്ത ഞാനൊന്ന് നിൽക്കട്ടെ. പെൺപിള്ളേരാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് കണ്ണാടി പോലും കിട്ടൂല ഗൈസ്. കുറച്ചുകൂടെ വലുതാവട്ടെ. ഫൗണ്ടേഷൻ ഒന്നും അമ്മ ഇടുന്നില്ല ഇപ്പൊ. എനിക്ക് അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളൊന്നും എൻ്റെ മുഖത്ത് പറ്റത്തില്ല. പെട്ടെന്ന് സ്കിൻ എന്തോ മാതിരിയാവും. എവിടെ ഒരു തുള്ളി എടുത്തോ എന്റെ കയ്യിലിട്ടോ. ഇതൊക്കെ ആരും ഇങ്ങനെ ആക്കി വെച്ചേ. പപ്പച്ചി ഇതൊക്കെ വെച്ച് കാണിച്ചു. പപ്പച്ചി ഫൗണ്ടേഷൻ അതൊന്നും എടുക്കണ്ട. അതൊക്കെ എടുത്തിട്ട് ഇതൊക്കെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പിന്നെ ഒന്നും മേക്കപ്പ് ചെയ്യാൻ സമയം പോകും. ഇത് എനിക്ക് ഇങ്ങനെ
എന്നാ കൈ കാണിക്കും ഇതിനകത്ത് തേച്ചിട്ടാണ് ഞാൻ പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ മേക്കപ്പിന്റെ ABCD അറിയില്ലായിരുന്നു. പിന്നെ ഞാൻ കല്യാണത്തിന് നമുക്ക് ഒരുങ്ങണല്ലോ, അതുകൊണ്ട് ഞാൻ കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങി പിന്നെ ചെയ്ത് ഇങ്ങനെ നോക്കി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതാ മേക്കപ്പിന്റെ കോഴ്സ് ഒക്കെ ഉണ്ടെന്ന് പറയുന്ന കേട്ടോ, അപ്പൊ പഠിക്കണം. അവർക്ക് സൂപ്പറാ, അവര് മുഖത്ത് ഇടുമ്പോ സൂപ്പറാ. ഇതൊക്കെ ഇവര് ഈ യൂട്യൂബ് ചാനലും വീഡിയോസും ഒക്കെ കണ്ടിട്ട് പഠിക്കുന്നതാണ് കേട്ടോ. ഈ കുഞ്ഞു പിള്ളേർ ഇതൊന്നും ഇടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണിന് മനസ്സിലാവില്ല. കിട്ടിയ ചാൻസ് നമ്മൾ ഇടുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ ഇടാറൊന്നുമില്ല കേട്ടോ. സ്കൂളിൽ അവർക്ക് മേക്കപ്പ് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ഭയങ്കര സംഭവമാക്കിയൊന്നും പോകാൻ പാടില്ല. എല്ലാം ലിബാം വേണമെങ്കിൽ കുറച്ച് ഇടാം. ചുണ്ട് പൊട്ടൂലി കുട്ടി, ചുണ്ട് പൊട്ടും. എന്താ ചിരിച്ചെന്താ അമ്മി ചില സമയത്ത്. അപ്പൊ ഞാൻ ഈ കാജൽ എഴുതിയിട്ടുണ്ട്. ഇനി അതിന്റെ മേലെ ഞാൻ ഇവിടെ ഇങ്ങനെ ഐലൈനർ എഴുതും കേട്ടോ, എന്നാലും എനിക്കത് ഫില്ലായിട്ടിരിക്കുന്ന പോലെ തോന്നും. അമ്മനെ പ്രേതത്തിന് പോലെ ഉറങ്ങാത്തോണ്ടാണ് കേട്ടോ ഇവിടെ അമ്മേനെ പ്രേതത്തിന് പോലെ ഇങ്ങനെ വീർത്തിരിക്കുന്നത്. ഞാൻ ഉറങ്ങിയിട്ടില്ല, ഇന്നലെ കുറച്ച് ഉറക്ക പ്രശ്നം വന്നു. ഉറങ്ങാതിരുന്നത് കൊണ്ടാണ് എന്നെ കണ്ണിങ്ങനെ ഇവിടേക്ക് കുഴിഞ്ഞ് വീർത്തൊക്കെ ഇരിക്കുന്നത്. പക്ഷെ ഐലൈനർ എഴുതുമ്പോൾ കുറച്ചൊക്കെ അത് പ്രേതത്തിന് പോലെ ഉണ്ടാവും. നമുക്ക് കണ്ണെഴുതാൻ തീരെ ഇഷ്ടമല്ല ഗൈസ്. മേലത്തെ കണ്ടിട്ടാ ഇഷ്ടം. കണ്ണെഴുതണമെങ്കിൽ എനിക്കൊരു കുഞ്ഞു കണ്ണാടി വേണം. അപ്പൊ കുഞ്ഞു കണ്ണാടി എടുത്തിട്ട് വരാം കേട്ടോ. ഫൗണ്ടേഷൻ ഇട്ടത് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ഇപ്പൊ അതൊക്കെ മതി. ഫൗണ്ടേഷൻ ലാസ്റ്റ് ഫൗണ്ടേഷൻ കഴിഞ്ഞിട്ട് ഈ സാധനം പിന്നെ ഈ പൗഡർ ഇട്ടാൽ കഴിയും. പിന്നെ മിസ്റ്റേക്ക് അപ്പം ഞാൻ കണ്ണ് എഴുതുമ്പോൾ എപ്പോഴും ഈ കുഞ്ഞു കണ്ണാടി എല്ലാ ദിവസവും എന്റെ കണ്ണ് വലിയ ഡിസ്റ്റൻസിൽ കണ്ണാടി നോക്കി എഴുതിയിട്ടുണ്ടെങ്കിൽ ഫുൾ കോളാവും. അമ്മയില്ലേ എല്ലാ ദിവസവും കാണാമല്ലോ. അപ്പൊ അമ്മ ഓരോ ദിവസവും തപ്പിട്ടു അല്ല അമ്മന്റെ എന്റെ ഐലൈനറൊക്കെ തീർന്നു ഗൈസിനെല്ലാം കാണും. അതെങ്ങനെയാ ഇവിടെ ഓരോരുത്തരും മേക്കപ്പ് ചെയ്ത് എല്ലാ സാധനവും തീർക്കും. ഒരു കണ്ണ് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഞാന് ഇത് ഞാൻ ഉണ്ടാക്കാം. പിന്നെ ഏതാ അത് അതും കൂടി ഇട്ടാൽ മതി. പിന്നെ ലിബാം. അപ്പോൾ പൊട്ട് മാറ്റണം. ഈ പൊട്ട് ബ്ലാക്ക് ഇട്ടോ. ഇന്നലെ ഞാൻ രാത്രി ഇട്ട് വെച്ച പൊട്ട. എനിക്ക് പൊട്ട അവിടെ ഇരിക്കാൻ പറ്റില്ല ഗൈസ്. അതിന് പിന്നിൽ ഒരു സ്റ്റോറി ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. ലോങ് സ്റ്റോറിയാണ്. നമുക്ക് വിഷമം വരും. വിഷമം വരും. അപ്പയ്ക്ക് പൊട്ടിയുടെ സമ്മതിച്ചില്ലെങ്കിൽ വിഷമം. അതൊന്നും റെഡ് പൊട്ട് മാറ്റിയിട്ടാ കുറച്ചേ ഇടുള്ളൂ. ബ്ലാക്ക് പൊട്ടിട്ടുണ്ട്. ബ്ലാക്ക് ഈസ് മൈ ഫേവറേറ്റ്, ഓൾവേസ് ഫേവറേറ്റ്. അമ്മയുടെ അല്ലാത്തൊരു ഫേവറേറ്റ് ബ്ലാക്കാണ് എപ്പോഴും. ഞാനൊരു ബ്ലാക്ക് പൊട്ട് തൊട്ടിട്ടേ എവിടെയും പോകും. സൈസ് ഇതിൻ്റെ സൈസ് ചിലപ്പോൾ മാറ്റം വരും കേട്ടോ. ചിലപ്പോൾ ചെറുതായിരിക്കും തൊടുക, അല്ലെങ്കിൽ വലുത്. പക്ഷെ എല്ലാവർക്കും ഞാൻ ഈ സൈസിലുള്ള പൊട്ട് തൊടുന്നത് ഇഷ്ടം കേട്ടോ. എല്ലാ ഫ്രണ്ട്സൊക്കെ പറയാറുണ്ട് ഈ സൈസ് ആകുമ്പോൾ നല്ല രസമുള്ള രസമാണ്. ഞാൻ ഇതിട്ടിട്ട് പോലും ഇല്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. ഓക്കെ, പിന്നെ നമ്മൾ ഇപ്പോൾ കണ്ണെഴുതി പൊട്ട് തൊട്ടു. ഇത്ര സാധാരണ ഞാൻ ഇത്ര ചെയ്യാറ്. പിന്നെ ഒരു ലിപ് ബാം അമ്മയ്ക്കും ഈ ലിപ് ബാം ആട്ടോ. എനിക്ക് ഇത് ഇടാം. ഇത് വിഷ് കെയറിൻ്റെ ലിപ് ബാമാണ്. ഇത് നല്ലതാണ് കേട്ടോ. വലിയ ചുണ്ടിന് വലിയ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ആദ്യമൊക്കെ ഇങ്ങനെ പൊട്ടുമായിരുന്നു, അപ്പോൾ അതൊന്നും ഇല്ലായിരുന്നു.
നല്ല ലിപ് ബാമാണ്. അപ്പോൾ എന്ത് ചെയ്യണം? കഴിഞ്ഞു. കോൺബാത്ത് പൗഡർ വരും. എനിക്ക് ലാസ്റ്റ് സാധനങ്ങൾ അതിൻ്റെ ഞാനുണ്ടല്ലോ ചിലപ്പോൾ എനിക്ക് തോന്നിയാൽ കുറച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇടും. പക്ഷേ എനിക്ക് ലിപ്സ്റ്റിക് ഇട്ടാൽ ഭയങ്കര പ്രശ്നമുണ്ട്. എന്താണെന്നറിയാം? ഒന്നാമത്തെ കാര്യം, ചില ലിപ്സ്റ്റിക്സ് ഇങ്ങനെ ചുണ്ട് പെട്ടെന്ന് അത് ഡ്രൈ ആവത്തില്ലല്ലോ. അതിങ്ങനെ ഇന്ന് അവിടെ ഇവിടെയൊക്കെ തൊടുമ്പോൾ അങ്ങനെ ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന ലിപ്സ്റ്റിക്സ് ഉണ്ടല്ലോ. അപ്പോൾ അതിനെന്തെങ്കിലും പരിഹാരം പോകുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ലിപ് ബാം കാണിച്ചേ. അപ്പോൾ ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ എനിക്കെന്താ പ്രശ്നം വെച്ചാൽ, ഈ പല്ലില്ലേ, ഈ പല്ലിൻ്റെ മേലെയാണ് അടുത്ത പല്ലിരിക്കുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഈ പല്ലിലോട്ട് ലിപ്സ്റ്റിക്ക് സെഡാവും. അപ്പോൾ ഞാൻ ചിരിക്കുമ്പോൾ, ഞാൻ ചിലപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉണ്ടാകത്തില്ല, പക്ഷെ ഞാൻ ചിരിക്കുമ്പോൾ പല്ലിൽ ലിപ്സ്റ്റിക് ഉണ്ടാവും. അപ്പോൾ എപ്പോഴും ഞാനിങ്ങനെ ആരെങ്കിലും കാണുന്നവരിങ്ങനെ പറയുമ്പോൾ ഇപ്പം ഞാൻ സ്ഥിരമായിട്ട് ഒരു ലിപ്സ്റ്റിക്കാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ മിക്കപ്പോഴും ഇപ്പം ഇതാണ് ഇടാറ്. ഇതിടുമ്പോൾ എന്താണ് ഗുണം എന്ന് വെച്ചാൽ, ഈ പല്ലിയിലെ ലിപ്സ്റ്റിക്ക് ആവുന്ന പ്രശ്നം വരാറില്ല. കാരണം ഇത് പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആവും. പിന്നെ വാട്ടർ പ്രൂഫാണ്. എന്ത് തിന്നാലും കുടിച്ചാലും ഒന്നും ഇതകത്തും പോകത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സ്ട്രോബെറി അത് മാത്രമല്ല ഇഷ്ടം. അപ്പം ഈ ലിപ്സ്റ്റിക്ക് ഞാൻ സ്ഥിരം ഇടും. ഇത് ഏതാന്ന് വെച്ചാൽ മേബിലിൻ്റെ സൂപ്പർ സ്റ്റേ എന്നാണ് കേട്ടോ ഇതിനകത്ത് എഴുതിയിട്ടുള്ളത്. എൻ്റെ ഷെയ്ഡ് 15 ലവർ ലിപ് കളർ അങ്ങനെ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ സ്ഥിരം ഇപ്പോൾ ഇടുന്നത്. ഇത് പെൻഡിയാണ് സ്റ്റോഫ്. ഇത് ഹാർട്ടിൻ്റെ ഷേപ്പ്. ഇതേപോലത്തെ സ്ട്രോബെറി അവിടെ ഉണ്ട്. സ്ട്രോബെറി ഇങ്ങനെ ഹാർട്ടിൻ്റെ ഷേപ്പ്. നമുക്കിവിടെ മേലെ പോലീസ് ക്യാൻറ്റീൻ ഉണ്ട്. അപ്പോൾ പോലീസ് ക്യാൻറ്റീനിൽ ലിപ് ബാം. അപ്പോൾ ലിപ് ബാം ഇത് ഏതിനായിരുന്നു നോക്കട്ടെ. വാട്ടർമെലൻ ബ്ലൂ ഹെവൻ്റെ ലിപ് ബാമാണ്. ഇത് റോസൂട്ടിക്ക് ഇടയ്ക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. വലിയ പ്രശ്നമൊന്നുമില്ല. പിള്ളേർക്കും വലിയവർക്കും ഇതായിരിക്കും. നമുക്കിതിനെക്കുറിച്ച് ഒന്നും ഒരു പിടിയില്ല കേട്ടോ. ഞാൻ കോളേജിൽ പോകുമ്പോൾ ആദ്യമൊക്കെ സ്ഥിരമായിട്ട് ഇടുമായിരുന്നു. പക്ഷേ ഇപ്പം ഞാനതൊക്കെ ഒഴിവാക്കി. ചേട്ടാ എപ്പോഴും വഴക്കം ലിപ്സ്റ്റിക് ഇടുന്നത്. ലിപ്സ്റ്റിക്കിൻ്റെ കുറേ റീൽസ് ഇപ്പോൾ ഇറങ്ങുന്നില്ലേ. എൻ്റെ അടുത്താണ് ഒരു ലോഡ് ലിപ്സ്റ്റിക് ഉണ്ട്. അതിപ്പം ഇടുന്ന പോലും ഇല്ല. അതിപ്പോൾ ഇടുന്നില്ല. പക്ഷെ അത് കളഞ്ഞില്ല. എല്ലാം ഞാനിങ്ങനെ എന്തെങ്കിലും കൂട്ടി വെക്കും. ചേട്ടായി വഴക്ക് പറയും. ചേട്ടായിക്ക് ഇഷ്ടമല്ല ലിപ്സ്റ്റിക് ഇടുന്നതല്ല, ലിപ്സ്റ്റിക് ഇടുന്നത് നമുക്ക് ഹെൽത്തിന് പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് റീൽസ് വരുന്നുണ്ടല്ലോ. അപ്പം അത് വയറ്റിൽ ചെന്ന് ഞാൻ രാവിലെ ഇട്ടിട്ട് ഇതെന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ വയറ്റിലോട്ടാണല്ലോ ചെല്ലുന്നത് എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ കൊണ്ട് ചേട്ടായി പറയുന്നതാണ്. കാണുമ്പോൾ ഭംഗിയൊക്കെ ആണെങ്കിലും പക്ഷെ ഇങ്ങനത്തെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചു ലിപ്സ്റ്റിക് ഇടുന്നത് കുറച്ചു. ലിപ് ബാം എന്തായാലും ഇടാതിരിക്കാൻ പറ്റത്തില്ല. കാരണം പെട്ടെന്ന് ചൂട് പൊട്ടും. പിന്നെ ഭയങ്കര ചൂടും വെയിലും ഒക്കെയാണ്. അപ്പം ഇന്ന് ഞാൻ ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്. കാരണം ഇന്ന് റോസൂട്ടിൻ്റെ കൂടെ പുറത്തോട്ട് പോകാനേ. അപ്പോൾ ഒന്ന് ഇടാൻ സുന്ദരിയായിട്ട് പോവാം. ലിപ്സ്റ്റിക് ഇട്ടാലേ സുന്ദരിയാവും എന്നൊന്നും ഇല്ല. പിന്നെ ഇച്ചിരി ഇട്ടേക്കാം. അപ്പം ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വെള്ളം കുടിച്ചോ. പറ്റില്ലമ്മേ അമ്മ. അയ്യോ വെക്കരുത്, ഇപ്പം വെക്കരുത്. മ്യൂട്ട് ചെയ്തിട്ട് വെച്ചു. അപ്പോൾ കഴിഞ്ഞോ? ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഈ ഒരു ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഷ്ടം മാത്രമല്ല, ഇത് ഒരു 2-3 മിനിറ്റ് കൊണ്ട് 2-3 മിനിറ്റ് ഒന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ ഇത് സെറ്റാവും. എൻ്റെ ചുണ്ട് നോക്കൂ. ഇനി മുടി ചീവാനുണ്ട് കേട്ടോ. മുടിയും കൂടെ ചീവി. ഇവിടെ ഞാൻ സിന്ദൂരമൊക്കെ തൊടാറുണ്ട്. പക്ഷേ ഇന്നും തൊടുന്നുണ്ട്. മുടി ചീവിയിട്ട് ഞാൻ സിന്ദൂരം ഇടാറുള്ളൂ. അല്ലെങ്കിൽ മുടി ചീവുമ്പോൾ ആ ചീപ്പിൻ്റെ കൂടെ സിന്ദൂരം അങ്ങ് പോകും. സിന്ദൂരം ഇവിടെ ഇരിപ്പുണ്ട്. പോയില്ല, കുറച്ച് ബാക്കിയുണ്ടല്ലോ. പോകില്ല.
അടിച്ചടിച്ച് കളിക്കുന്നു. അപ്പം ഞാൻ മുടി ചീവിട്ട് സിന്ദൂരമൊക്കെ ഇട്ടിട്ട് എന്ത് ചെയ്യണം, നമുക്ക് പോവണം. ഇന്ന് ഇത് ഫുള്ള് മേക്കപ്പിൻ്റെ വീഡിയോ ആയിപ്പോയി റോസ്. പാർക്കിൽ പോകുന്ന വീഡിയോ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പം മുടി ഞാൻ പിന്നെ എന്താ ചെയ്യുക, എല്ലാം കൂടി വാരി കെട്ടി വെക്കുന്നേ ഉള്ളൂ കേട്ടോ. കാരണം ഭയങ്കര ചൂടാണ്. എനിക്ക് അഴിച്ചിടാൻ ഭയങ്കര ഇഷ്ടമാണ്. വയനാട്ടിലൊക്കെ ആണെങ്കിൽ ഞാൻ അഴിച്ചിട്ട് നടക്കും. പക്ഷേ കോഴിക്കോട് അതൊന്നും പോസിബിൾ അല്ല. ഭയങ്കര ചൂടാണ്. എനിക്കിങ്ങനെ കഴുത്തിന് പുറകിലിങ്ങനെ ചൂടുകൂരല്ല, വേർക്കും, ഭയങ്കര ചൂടെടുക്കും. അപ്പോൾ മുടിയും കൂടി ചീവി സെറ്റാകാം. ഞാൻ ജിമിക്കി കമ്മലൊക്കെ ഇടാറുണ്ട് ഗൈസ്, പക്ഷേ ഇന്ന് ഇടുന്നില്ല. പിന്നെ കാരണം ഇന്നിനിയിപ്പം ഈ കമ്മലൂരി അതൊക്കെ ഇട്ടിട്ട് ഇന്ന് നാളെ രാവിലെ കോളേജിൽ പോകും. പിന്നെ അത് മാറ്റിയിട്ട് ഇതിടണം, ടാസ്ക്കാണ്. അപ്പോൾ ജിമിക്കി കമ്മൽ ഇടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് അതൊന്നും ഇടുന്നില്ല കേട്ടോ. അത് വേറെ ദിവസം ഇങ്ങനെ കാണിച്ചു തരാം. ഞാൻ സൈഡിൽ നിന്ന് കേട്ടോ ഇങ്ങനെ ചീകി എടുക്കാറ്. അല്ലാതെ എനിക്ക് അത്ര സ്യൂട്ടാവുന്നില്ല ഒരു ഹെയർ സ്റ്റൈലും. മുടി ഞാൻ ഇരുന്നുകൊണ്ട് ചെയ്യാറില്ല. കാരണം എനിക്ക് കെട്ടൊക്കെ മുടിയിലൊക്കെ ഇട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ അഴിക്കണമെങ്കിൽ നിന്നിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പല്ല് അകന്നിട്ടുള്ള, ഇതിലും അകന്നിട്ടുള്ള ചീപ്പ് കിട്ടും. അതാണ് എപ്പോഴും മുടി ചെയ്യുവാൻ നല്ലത് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മുടിയെല്ലാം ഡാമേജ് ആവും. പിന്നെ എപ്പോഴും നമ്മൾ മുടി ചെയ്യുമ്പോൾ അറ്റത്ത് നിന്ന് വേണം തുടങ്ങാനായിട്ട്. മേലെ നിന്ന് തുടങ്ങാൻ പാടില്ല. മേലെ നിന്ന് ജസ്റ്റ് വകച്ചിലൊക്കെ എടുത്തിട്ട് താഴേന്ന് കെട്ടുകളൊക്കെ അഴിച്ച് തുടങ്ങുക. ഓക്കെ, അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് ചീവി സെറ്റായിട്ട് അമ്മ ഇന്നെങ്കിലും പാർട്ടി പോകാൻ പറ്റുമോ? ബാക്കി പോവാടാ. രാത്രി ഇപ്പൊ 6 മണി ആവാനേ. മുടിയുടെ കെട്ടൊക്കെ നിവർത്തിയതിന് ശേഷം നമുക്ക് മേലെ നിന്ന് താഴോട്ട് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ ഈ മുടി ടൈറ്റായിട്ട് ഇങ്ങനെ ഓരോ മുടിയും ഇതിൻ്റെ ഉള്ളിൽ ടൈറ്റായിട്ട് ഇരുന്നില്ലെങ്കിൽ ഒരു അസ്വസ്ഥതയാണ്. എനിക്ക് ലൂസാക്കി ഇടുന്നതാണ് ഭംഗി ഉണ്ടാവുക. പക്ഷെ ആ ഒരു ടൈറ്റായിട്ട് ഇരിക്കുന്ന ഒരു ഫീൽ കിട്ടിയില്ലായിട്ട് സുഖമില്ല. അപ്പം ഇത്രയുള്ള എൻ്റെ മുടി കെട്ടൽ എല്ലാം കൂടി വാരി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. എൻ്റെ സ്ഥിരം പരിപാടി ഇത്രയേ ഉള്ളൂ, മേക്കപ്പ്. അപ്പം സിന്ദൂരം ഇട്ടില്ല അല്ലേ? സിന്ദൂരം ഇടണം. പിന്നെ സിന്ദൂരം ഇട്ടാൽ ഒരു പ്രത്യേക ഭംഗിയാണ്. റോസ് ഇപ്പോഴും ഇത് ലിപ്സ്റ്റിക്കാന്ന് വിചാരിക്കും കേട്ടോ. ഇത് സിന്ദൂരാണ്. സിന്ദൂരല്ലേ? ഇഷ്ടികല്ലേ? സിന്ദൂരമാണ്. ഇത് ഞാൻ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഏതിൻ്റെ ആണെന്നൊന്നും ഇതിനകത്ത് പോയോ? ഇത് എഴുതിയിട്ടില്ലടാ. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഒന്ന് സോറി, ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ അപ്പോൾ ചെയ്യാനുണ്ട്. ഒന്ന് ബട്ട്റോഡ് ബീച്ചിൽ പോകാനുണ്ട്. അവിടെ പാർക്കിൽ കളിക്കണം റോസൂട്ടിക്ക് കുറേ നേരം. പിന്നെ എനിക്കൊന്ന് മിഠായി തെരുവിൽ പോകാനുണ്ട്. മിഠായി തെരുവിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. മിഠായി തെരുവിൽ ബീച്ചിൽ അല്ല, ആദ്യം ബീച്ചിൽ പോയിട്ട് മിഠായി തെരുവിൽ. ഓക്കെ, സെറ്റ്. അപ്പോൾ പക്ഷേ മിഠായി തെരുവ് വഴിയാണ് നമ്മൾ ബീച്ചിലോട്ട് പോകുന്നത്. കാരണം ഇവിടുന്ന് ബസ് മാനാഞ്ചിറയ്ക്കുള്ളതാണല്ലോ. പക്ഷെ പെട്ടെന്ന് ബീച്ചിലോട്ട് എത്തും, ആടി മാറും. അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരാം. അടുത്ത വീഡിയോയിൽ നമുക്ക് പാർക്കിൽ കളിക്കുന്നതും ഞങ്ങളുടെ മിഠായി തെരുവിൽ പോകുന്നതും ഒക്കെ കാണിച്ചു തരാം. ഓക്കെ.
ബൈ ടാറ്റാ ബൈ. ബൈ.